ശ്രേഷ്ഠ ഭാരതം മഹാഭാരതം. ബസർ റൗണ്ട് ആരംഭിക്കുകയാണ്. ആദ്യത്തെ ചോദ്യം ശ്രദ്ധിച്ചോളൂ. ധർമ്മസംഹിത മനുഷ്യ സമുദായത്തിൽ പ്രചരിപ്പിക്കുവാൻ മഹാവിഷ്ണുവിനെ CNN ഗേൾസ്. മഹാവിഷ്ണു സൃഷ്ടിച്ച വ്യക്തി വിരജസ്. ഉത്തരം ശരിയാണ്. പത്ത് മാർക്ക്. സ്കിപ്പ് ഗേൾ ഇപ്പോ റിസ്ക് ഗേൾ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ക്ഷയരോഗം മാറുവാനായി ഏതു തീർത്ഥത്തിൽ മുങ്ങിക്കുളിക്കാനാണ്? CNN ഗേൾസ്. പ്രഭാസ തീർത്ഥം. ഹിരണ്യസരസ് അല്ലെങ്കിൽ പ്രഭാസ തീർത്ഥം. ഉത്തരം ശരിയാണ്. ഏത് സന്ദർഭത്തിലാണ് ഭഗവാൻ പരശുരാമന്റെ കഥ യുധിഷ്ഠിരന് പറഞ്ഞു കൊടുക്കുന്നത്? ഭീഷ്മരെ സന്ദർശിക്കാൻ പോകുന്ന സമയത്ത്. ഉത്തരം ശരിയാണ്. AKNM MAM. കാട്ടുകുളത്തിന് 10 മാർക്ക്. അടുത്ത ചോദ്യത്തിലേക്ക് പോകട്ടെ. റെഡിയാണോ എല്ലാവരും? ശ്രദ്ധിച്ചോളൂ. യജുർവേദം മുഴുവൻ തനിക്ക് ഉപദേശിച്ചു തരണമെന്ന വരം യാജ്ഞവൽക്യ മുനി ആരോടാണ് ആവശ്യപ്പെട്ടത്? ആലോചിക്കാൻ സമയമില്ല, വേഗം പറയൂ, അല്ലെങ്കിൽ ഉത്തരം അറിയുമെങ്കിൽ പറയൂ. വേഗം പറയൂ, വേഗം ചാൻസ്. ഉത്തരം പറയൂ. -5. -5 അല്ല, സൂര്യനോട്. അടുത്ത ചോദ്യം ശ്രദ്ധിച്ചോളൂ. റെഡിയല്ലേ? സ്ത്രീകൾക്ക് രഹസ്യങ്ങൾ മറച്ചു വയ്ക്കാനുള്ള കെൽപ്പ് യുധിഷ്ഠിരൻ ശപിക്കും. കുന്തി കർണന്റെ ജന്മരഹസ്യം പറയാത്തത് കൊണ്ട് യുധിഷ്ഠിരൻ ശപിക്കും. ഉത്തരം ശരിയാണ്. വൃത്രനെ വധിച്ചപ്പോൾ ഏത് പാപമാണ്? CNN ഗേൾസ്. ബ്രഹ്മഹത്യാ പാപം. ഉത്തരം ശരിയാണ്. ബൃഹസ്പതി അല്ലാതെ ദേവന്മാരുടെ ഗുരുവായത് ആര്? AKNM MAM. വിശ്വരൂപൻ. ശരിയാണ്, ശരിയാണ്. അടുത്ത ചോദ്യം. ഭിക്ഷാടനം കൊണ്ട് കിട്ടുന്ന അല്പാഹാരം കൊണ്ട് ജീവിതം നയിക്കണം ആര്? AKNM. ബ്രാഹ്മണൻ. തെറ്റ്. -5. അടുത്ത ചോദ്യം ശരിക്കും ശ്രദ്ധിച്ചോളൂ. വളരെ എളുപ്പമുള്ളൊരു ചോദ്യമാണ്. ത്വഷ്ടാവ് യാഗാഗ്നിയിൽ നിന്നും സൃഷ്ടിച്ച അസുരൻ ആരാണ്? ഭവൻസ് എളമക്കര. വൃത്രാസുരൻ. ഉത്തരം ശരിയാണ്. 10 മാർക്ക്. ശ്രേഷ്ഠ ഭാരതത്തിലെ അവസാന ചക്രം, അവസാനത്തെ റൗണ്ടിലെ അവസാനത്തെ ചോദ്യം. വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു ചോദ്യമാണ്. വേദവ്യാസരുടെ ഭാഗവത ഉപദേശകനായ പുത്രൻ ആരാണ്? ശുഗൻ. ഉത്തരം ശരിയാണ്. ഭവൻസ് എളമക്കര. അപ്പൊ ഏതായാലും നമ്മുടെ ശ്രേഷ്ഠ ഭാരതത്തിന്റെ എല്ലാ റൗണ്ടുകളും അവസാനിച്ചു.